2024 ആകെ എത്ര മലയാള സിനിമകൾ റിലീസായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ കേട്ടോളൂ, ഹിറ്റുകളായതും അല്ലാത്തതും ഒക്കെ കൂടെ 199 സിനിമകളാണ് മലയാളത്തിൽ റിലീസായത്. എന്നാൽ അവയിൽ ചിലത് മാത്രമേ വലിയ ഹിറ്റുകളാവുകയും പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഈ വർഷം മലയാളം സിനിമാ ഇൻഡസ്ട്രി നേരിട്ട നഷ്ടത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്കറിയണ്ടേ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് 2024 പുറത്തിറങ്ങിയ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് 10 മൂവികൾ ഏതൊക്കെയെന്ന് നോക്കാം. 10ാം സ്ഥാനത്തുള്ളത് വൈശാഖ് സംവിധാനം ചെയ്ത രാജ് ബി ഷെട്ടിയും മമ്മൂട്ടിയും അഭിനയിച്ച ആക്ഷൻ കോമഡി മൂവിയായ ടർബോ ആണ്. 70 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം 72.2 കോടി രൂപയാണ് കളക്ഷൻ നേടിയത്. വലിയ ലാഭമുണ്ടാക്കിയില്ലെങ്കിലും മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിലെ നർമ്മവും ആരാധകർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. 9ാം സ്ഥാനത്തുള്ളത് ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ അഭിനയിച്ച മിസ്റ്ററി ത്രില്ലറായ കിഷ്കിണ്ട കാണ്ഡമാണ്. 7 കോടിയുടെ ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം 77.06 കോടി രൂപയാണ് കളക്ഷൻ നേടിയത്. 8ാം സ്ഥാനത്തുള്ളത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഫീൽ ഗുഡ് മൂവിയായ വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി എന്നിവർ അഭിനയിച്ച ഈ ചിത്രം 83.03 കോടി രൂപ സമ്പാദിക്കുകയും കേരളത്തിലുടനീളമുള്ള കുടുംബങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും ചെയ്തു. 7ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടി നായകനായ ഫോക്ക് ഹൊറർ ത്രില്ലറായ ഭ്രമയുഗമാണ്. 27.73 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ 85 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. തീവ്രമായ ഈ കഥയിൽ മമ്മൂട്ടി വളരെ ശക്തമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. 6ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ എന്നിവർ അഭിനയിച്ച രസകരമായ ഫാമിലി മൂവി ഗുരുവായൂർ അമ്പലനടയിലാണ്. 15 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ 90.2 കോടിയാണ് സമാഹരിച്ചത്. ഈ വർഷത്തെ മികച്ച കോമഡി ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. 5ാം സ്ഥാനത്തുള്ളത് ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ അഭിനയിച്ച ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായ ARM ആണ്. 2Dയിൽ ചിത്രീകരിച്ച ഈ ചിത്രം പിന്നീട് 3Dയിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു. 30 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം 106.78 കോടി രൂപയാണ് സമാഹരിച്ചത്. ഈ സിനിമയെ അടിസ്ഥാനമാക്കി ഒരു യൂണിവേഴ്സ് നിർമ്മിക്കാനും ടീം പദ്ധതിയിടുന്നുണ്ട്. 4ാം സ്ഥാനത്തുള്ളത് ഗിരീഷ് AD സംവിധാനം ചെയ്ത നസ്ലൻ, മമിത ബൈജു എന്നിവർ അഭിനയിച്ച പ്രേമലു എന്ന റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. വെറും 9 കോടിയിൽ നിർമ്മിച്ച ഈ ചിത്രം 135.9 കോടി കളക്ഷൻ നേടി ഒരു സർപ്രൈസ് ഹിറ്റായി മാറുകയായിരുന്നു. 2025 വരാനിരിക്കുന്ന പ്രേമലു 2 വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. 3ാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിൽ, ഹിപ്സ്റ്റർ, മിഥുൻ ജയ്ശങ്കർ, റോഷൻ ഷാനവാസ്, സജിൻ ഗോപു എന്നിവർ അഭിനയിച്ച ആക്ഷൻ കോമഡി ചിത്രമായ ആവേശമാണ്. 30 കോടി രൂപ ബജറ്റിൽ നസ്രിയ നസീമും അൻവർ റഷീദും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം 156 കോടി രൂപയാണ് കളക്ഷൻ നേടിയത്. ആക്ഷന്റെയും നർമ്മത്തിന്റെയും ഈ മിശ്രിതം അതിനെ ആരാധകരുടെ പ്രിയങ്കരമാക്കുകയും ഒരു വൻ വിജയമാക്കുകയുമായിരുന്നു. 2ാം സ്ഥാനത്തുള്ളത് ബെന്യാമിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ബ്ലെസ്ലി സംവിധാനം ചെയ്ത ചിത്രം ആടുജീവിതമാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ഈ അതിജീവന നാടകം 82 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിക്കുകയും 158.48 കോടി കളക്ഷൻ നേടുകയും ചെയ്തു. പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡും ബ്ലെസ്ലിക്ക് ഈ വർഷത്തെ മികച്ച സംവിധായകനുള്ള അവാർഡും ഈ സിനിമ നേടിക്കൊടുത്തു. അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതിരോധത്തിന്റെയും ഈ കഥ പ്രേക്ഷകരെ വളരെ ആഴത്തിൽ സ്പർശിച്ചതാണ്. 1ാം സ്ഥാനത്തുള്ളത് 2006 ഗുണ കേവ്സ് റെസ്ക്യൂവിനെ ആസ്പദമാക്കി സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലറായ
മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 20 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് 241 കോടി രൂപ കളക്ഷൻ നേടിയ ഈ സിനിമ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയാണ്. ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ വന്ന വ്യാജരേഖ ചമയ്ക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ഒട്ടേറെ ആരോപണങ്ങൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. എന്നിരുന്നാലും ചിത്രത്തിന്റെ കഥയും മികച്ച പ്രകടനങ്ങളും അതിനെ ഒരു ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് 2024 ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ 10 മലയാള സിനിമകൾ. ഈ സിനിമകളൊക്കെ വൻ വിജയങ്ങളാണെങ്കിലും മലയാള ചലച്ചിത്ര വ്യവസായത്തിന് ഈ വർഷം 700 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട്. 2025 ഇനി മികച്ച സിനിമകൾ കാഴ്ചവെക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.